ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും ഒരു വെള്ളിയാഴ്ച ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം ഒരവസരം തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ മീറ്റിങ്ങുകളുമൊക്കെ അനുഗ്രഹമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കത്തെ മീറ്റിങ്ങുകളൊക്കെ ദൈവം നമുക്ക് അനേക അവസരങ്ങൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്ക് തരുന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 6. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാരെ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാവുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ച് ചൊവ്വാഴ്ച നമ്മൾ കേട്ടു അല്ലേ. നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മളുടെ ആരെങ്കിലുടെയുള്ള ശബ്ദം കേൾക്കുന്നത് പോലെ, പരിചയമുള്ളതുപോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാനായിട്ട് കഴിയും. ഇപ്പോൾ കായീനോട് ഇവിടെ സംസാരിക്കുന്ന ഭാഗമാണ്. സൺഡേ സ്കൂളിൽ പോയാൽ നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭാഗം നന്നായിട്ട് അറിയാം. ആബേലും കായീനും തമ്മിലുള്ള ആ കഥ എന്താണ്, എവിടെ വരെ എത്തി എന്നുള്ള കാര്യമൊക്കെ നന്നായിട്ട് അറിയാം. എന്നാൽ ഏബലിനെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് കായീനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ സംസാരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വാക്യങ്ങളെടുത്ത്, വൈ ആർ യു ആംഗ്രി? നീ എന്താണ് കോപിച്ചിരിക്കുന്നത്? വൈ ഹാസ് യുവർ കൗണ്ടനൻസ് ഫോളൻ? നിൻ്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? അടുത്ത ചോദ്യം, ഇഫ് യു ഡു വെൽ വിൽ യു നോട്ട് ബി അക്സെപ്റ്റഡ്? നീ നന്നായി കാര്യങ്ങൾ ചെയ്താൽ നിന്നെ ദൈവം അക്സെപ്റ്റ് ചെയ്യുകയില്ലേ? ആൻഡ് ഇഫ് യു ഡു നോട്ട് ഡു വെൽ സിൻ ലൈസ് അറ്റ് ദ ഡോർ. പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഡിസയർ ഈസ് ഫോർ യു. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. ബട്ട് യു ഷുഡ് റൂൾ ഓവർ ഇറ്റ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കായീനോട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ആബേലിനോടായിരുന്നായിരിക്കണം പറയേണ്ടതെന്നല്ലേ. പക്ഷേ കായീനോട് പോലും ദൈവത്തിൻ്റെ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? ദാറ്റ് യു ഷുഡ് ബി എ മാസ്റ്റർ ഓവർ സിൻ. പാപത്തിൻ്റെ മേൽ നീ ഒരു മാസ്റ്റർ ആയിരിക്കണം എന്ന് തന്നെയാണ് അവിടെ കായീനോട് പോലും ദൈവത്തിൻ്റെ മെസ്സേജ്. ദൈവം പറയുകയാണ്, നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? വൈ ആർ യു സോ ആംഗ്രി? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സമയങ്ങളിൽ നമുക്ക് മുഖം വാടാറുണ്ട്. നമ്മൾ പലരോടും കോപിക്കാറുണ്ട് അല്ലേ. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എടുക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഈ വണ്ടിയിലൊക്കെ ഈ കാറിലൊക്കെ ഓടിക്കുന്നതിന് പ്രത്യേകിച്ച് ഒത്തിരി മീറ്ററുകളൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി മീറ്ററുണ്ട്. സ്പീഡ് എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണ്, RPM എത്രയാണൊക്കെ കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചില ലൈറ്റുകളൊക്കെയാണ്. അത് എപ്പോഴും ഒന്നും കത്തത്തില്ല അല്ലേ. അത് വല്ലപ്പോഴും ഒന്ന് കത്തിയാൽ പ്രശ്നമാണല്ലേ. നമുക്കറിയാം, ആ ഡാഷ്ബോർഡിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റുകൾ കത്തുന്നെങ്കിൽ പ്രശ്നമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ചില ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ ഒരു കൃത്യമായ ഒരു കാര്യമാണ് നമ്മളുടെ മുഖം അല്ലേ. നമ്മളുടെ മുഖം വാടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് ദർ ഇസ് സംതിങ് സീരിയസ്ലി റോങ് സംവെയർ. നമ്മൾ പലപ്പോഴും അതൊക്കെ ഹൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കും. നമ്മൾ വളരെ മിടുക്കരായതുകൊണ്ട് ചിരിയൊക്കെ ആർട്ടിഫിഷ്യലിയൊക്കെ കൊണ്ടുവരാനൊക്കെ നമ്മൾ ശ്രമിക്കും. കുഴപ്പമൊന്നുമില്ല, എവറിത്തിങ് ഈസ് ഗോയിങ് ഫൈൻ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളുടെ മുഖം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. സോ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ഹാർട്ട്, റൈറ്റ്, ഇറ്റ് വിൽ ജസ്റ്റ് സ്റ്റിൽ കമ്മിങ് അപ്പോൺ യുവർ ഫേസ്. നിങ്ങളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മുഖം മാറും. നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുഖം മാറും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ഇത് ആര് കാണുന്നുണ്ട്? മനുഷ്യർ കാണുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആരും കൂടെ കാണുന്നുണ്ട്, ദൈവവും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം പറഞ്ഞു, മോനെ നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നു? വൈ ആർ യു സോ ഫോളൻ ഇൻ യുവർ ഫേസ്? നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പം ന്യായമായ ഒരു കാര്യമാണോ എന്നുള്ള കാര്യമാണോ? നമ്മൾ പ്രീവിയസ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, അവർ രണ്ടുപേരും കാലമായപ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു യാഗം കൊണ്ടിരുന്നു. വേഴ്സ് 2, 2-ാമത്തെ വാക്യം, വേഴ്സ് 2. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ വായിച്ചോ. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായി തീർന്നു.
കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാടും കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. അപ്പോൾ ഈ മുഖം വാടാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അവൻ്റെ മുഖം വാടാനുള്ള കാര്യം? ആബേലും കായീനും രണ്ടുപേരും അവർ ദൈവസന്നിധിയിൽ കൊണ്ടുവരാനുള്ളത് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നതിനകത്ത് പ്രത്യേകതകളുണ്ടായിരുന്നു. കായീൻ കൊണ്ടുവന്നത് എന്താണ്? ചിലർ പറയാറുണ്ട്, ഈ പണ്ട് സൺഡേ സ്കൂളിലൊക്കെ പറയുന്നുണ്ട്, കായീൻ കൊണ്ടുവന്നത് ഈ പറഞ്ഞുള്ള എലി തിന്ന ചേനയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാഞ്ഞത് എന്നുള്ളതാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്നും അല്ല, ഒരു പക്ഷെങ്കിൽ നല്ല ചേനയൊക്കെ ആയിരിക്കും കൊണ്ടുവന്നത്. അദ്ദേഹം കൃഷിക്കാരനായിരുന്നു, നല്ല ചേനയും കപ്പയൊക്കെ ആയിരിക്കും കൊണ്ടുവന്നത്. പക്ഷേ ഏബിൾ ബോഡഡ്, ഈ ബോഡഡ് സംതിങ് സ്പെഷ്യൽ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഏബിളിൻ്റെ ആ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? what did he bring it? ആദ്യം എന്താ കൊണ്ടുവന്നേ? കടിഞ്ഞൂലിനെ കൊണ്ടുവന്നു. പിന്നെന്താ പറഞ്ഞേ? അവയുടെ മേധസ്സിനെ കൊണ്ടുവന്നു. ഹാവ് യു നോട്ടീസ് ദിസ് ടു വേർഡ്സ്? ഏബിൾ ദൈവസന്നിധിയിലോട്ട് കൊണ്ടുവന്നത് കടിഞ്ഞൂലിനെ കൊണ്ടുവന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആദ്യജാതൻ എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നീടാണ് നമുക്ക് മോശയെ കൂടെ കിട്ടുന്ന കാര്യത്തിനകത്തൊക്കെ പറഞ്ഞ ആദ്യജാതൻ ദൈവത്തിനുള്ളതാണെന്നും ഒക്കെയുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. പക്ഷേ അതൊന്നുമില്ലാതിരുന്ന, ഒരു ന്യായപ്രമാണവും ഇല്ലാതിരുന്ന സമയത്ത് ആബേലിൻ്റെ ഹൃദയത്തിൽ നിന്നും തൻ്റെ ആദ്യജാതനെ അല്ലെങ്കിൽ കടിഞ്ഞൂലിനെ തന്നെ ആർക്ക് കൊടുക്കുകയാണ്? ദൈവത്തിന് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ആരങ്ങളെ, നമ്മളിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലൊക്കെ അടുത്ത് വന്നു. നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ വാട്ട് വാസ് അവർ ഡിസയർ? കർത്താവെ, വാട്ട് വാസ് ബെസ്റ്റ് ഓഫ് മൈൻ? പീപ്പിൾ പ്ലേഡ് വെരി വെൽ. ഇന്ന് പല കാര്യം പാട്ടൊക്കെ പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. വാസ് ദാറ്റ് ദ ബെസ്റ്റ് ഫ്രം അവർ സൈഡ്? നമ്മുടെ സൈഡിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിരുന്നു നമ്മുടെ ദൈവസന്നിധിയിൽ ചെയ്യാനുള്ളത്. ഏറ്റവും ബെസ്റ്റ് ഏബിൾ ദൈവസന്നിധി കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ബോൺ. നമുക്കറിയാം, ആദ്യത്തെ കുട്ടി എല്ലാവർക്കും സ്പെഷ്യലാണ് അല്ലേ. എല്ലാ പേരൻസിനോടും ചോദിച്ചാൽ ആദ്യത്തെ കുട്ടി സ്പെഷ്യലാണ്. അപ്പം ആ ആദ്യത്തെ കുട്ടിയെ തന്നെ കർത്താവിൻ്റെതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിച്ചിരി പ്രയാസമാണ്. പക്ഷേ എങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് ബോൺ ബിലോങ്സ് ടു ദ ലോർഡ്. ഹി ഗേവ് ഇറ്റ് ടു ദ ലോർഡ്. ആൻഡ് ഫ്രം ആൻഡ് ഇറ്റ് സേസ് ആൻഡ് ഓഫ് ദെയർ ഫാറ്റ്, അതിൽ നിന്നും മേധസ്സിൽ നിന്നും അത് ദൈവസന്നിധി കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ മുഴു ഹൃദയത്തോടുകൂടെ നമുക്ക് എബ്രായലേനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ ബോട്ടെ എക്സലൻറ്റ് സാക്രിഫൈസ്, ഉത്തമമായ സാക്രിഫൈസ് ദൈവസന്നിധി കൊണ്ടുവന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? ആബേൽ വിശ്വസിച്ചു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് എബ്രായലേനത്തിൽ ഇരുന്ന ആബേൽ വിശ്വസിച്ചു. കായീൻ ആ നിലയിലുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തെ കൊണ്ടുവരണമല്ലോ, ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്, മീറ്റിങ്ങിന് പോകണമല്ലോ, ചെയ്യണമല്ലോ, പ്രാർത്ഥിക്കണമല്ലോ, പാട്ട് പാടണമല്ലോ, ബൈബിൾ വായിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഋതം ആ ഒരു ലെവലിലോട്ട് പോയി കഴിയുമ്പോഴേ ഓർത്തോണം, വി ആർ ഗോയിങ് ഡൗൺ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടു സഹോദരി വളരെ നന്നായി കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങളുടെ മുഖം വാടുന്നു. ഇതിനെന്താ പറയുന്നതെന്നറിയാമോ? അസൂയ. ഇറ്റ്സ് കോൾഡ് ജെലസി അല്ലേ. ആബേലിനും കായീനും തമ്മിൽ ബ്രദേഴ്സൊക്കെ ആയിരുന്നു, പക്ഷേ എന്തായിരുന്നു? അസൂയ. സൗരങ്ങളെ, നമ്മൾ ആത്മീയരാണ് എന്ന് നമ്മൾ പറയുന്നു, നമുക്കിതൊന്നും ബാധിക്കുകയില്ല നിങ്ങൾ പറയുന്നെങ്കിലും എന്തായിരുന്നു ശൗലും ദാവീദും തമ്മിലുള്ള പ്രശ്നം? അസൂയ. ഒറ്റൊരു പാട്ടിനകത്താണ് ആ കാര്യങ്ങൾ മൊത്തം തിരിഞ്ഞത് അല്ലേ. 1000 10,000 ഒറ്റൊരു പാട്ടിനകത്താണ്. ആ സഹോദരിമാർ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. സഹോദരിമാരെ, നിങ്ങളൊക്കെ പറയുന്ന കാര്യത്തിനകത്തൊക്കെ ഭയങ്കര ഇമ്പാക്റ്റാണുള്ളത്. ചിലപ്പം ഭയങ്കര രണ്ട് സഹോദരന്മാർ തമ്മിൽ നിത്യമായ ശത്രുത്വമാകാൻ ഒരൊറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് മതി. അവർ ഒറ്റയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ കാര്യങ്ങൾ മൊത്തം തിരിഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കണം, ആ മകൻ്റെ മുഖമെല്ലാം വാടി. ഹി ബിക്കേം സോ ആംഗ്രി വിത്ത് ഹിസ് ബ്രദർ ആൻഡ് ദ ലോർഡ് സോ ദിസ്. ദൈവം കണ്ടിട്ട് കായീനോട് വന്ന് പറയാം, മോനെ, നിൻ്റെ ഹൃദയത്തിനകത്തുള്ള എന്തിനാണ് നിൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഇഫ് യു ലവ് മീ, എനിക്കൊരു പാർഷ്യാലിറ്റി ഉണ്ടോ? ഐ ആം യുവർ ഫാദർ ഓൾസോ.
Cain is not created by devil. Of course, he is having inclination to the devil. പക്ഷേ കൈനെയും ആര് തന്നെയാണ് സൃഷ്ടിച്ചത്? ദൈവം തന്നെ സൃഷ്ടിച്ചേ. But if you have a desire to love me, if you do well, will I not recognize you also? That's what exactly God says. ദൈവം പറയുന്ന കാര്യമാണ്. And it says, if the Lord said to Cain, why are you angry? And why was your countenance fallen? If you do well, will you not be accepted? നിന്നെ അക്സെപ്റ്റ് ചെയ്യുകയില്ലേ? വായിച്ചാടാ വാക്യം, 7ാമത്തെ വാക്യം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? പ്രസാദം ഉണ്ടാകുകയില്ലയോ? തീർച്ചയായിട്ടും. There is no partiality with God. The Lord is saying, you should master over your sin. അതിൻ്റെ ആഗ്രഹം നിന്നോടുകൂടെയായിരുന്നു. അത് നിന്റെ ജീവിതത്തിൽ മാസ്റ്റർ ആവാൻ പാടില്ല. അത് വാതിക്കൽ കിടക്കുന്നു. ഇറ്റ്സ് അറ്റ് ദ ഡോർ. ഇറ്റ്സ് ഗോയിങ് ടു ഈറ്റ് യു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല സമയങ്ങളും നമ്മുടെ ഹൃദയങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന അനേക സമയങ്ങളിൽ കാണാം. ഇറ്റ്സ് അറ്റ് യുവർ ഡോർ. ടേക്ക് കെയർ. ഇഫ് യു ഡോണ്ട് ടേക്ക് കെയർ, ഇറ്റ് വിൽ ഈറ്റ് യു. പ്രൈസ് ഗോഡ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം എന്ന് വായിക്കുക. James chapter 1 verse 5. There are 3 stages of sin. വായിച്ചാട്ട് 1:15. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് 3 സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ലെറ്റ്സ് റീഡ് ഇൻ ഇംഗ്ലീഷ്. Then when desire has conceived, it gives birth to sin, and the sin, when it is full grown, brings forth death. So the first what comes? ആദ്യം എന്താണ്? മോഹം അല്ലേ? ആദ്യം ഉണ്ടാകുന്നത് മോഹമാണ്. നമ്മളെല്ലാ കാര്യത്തെക്കുറിച്ചും എനിക്കൊരു മോഹം, എനിക്ക് അങ്ങനെ ആവണം, എനിക്കിത് വേണം, എനിക്കിത് ചെയ്യണം, അങ്ങനെ ഒരു മോഹം നമുക്ക് ഉണ്ടാകുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ആ മോഹം തെറ്റായ ഒരു മോഹമായതുകൊണ്ടാണല്ലോ അതിനെ ഓവർകം ചെയ്യേണ്ടത്. തെറ്റായ ഒരു മോഹമാണ്. എൻ്റെ അനിയനെ കാട്ടിൽ എൻ്റെ അനിയൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ആ നിലയിൽ എനിക്കും മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നതിനകത്തൊരു തെറ്റുമില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. I also want to praise the Lord like my brother. That's fine. പക്ഷേ അവൻ വളരാൻ പാടില്ല. ഞാനായിരിക്കുന്നതിന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. ഞാൻ എങ്ങനെ ആയിരിക്കുന്നു, ഞാൻ എപ്പോഴും മുമ്പിൽ നിൽക്കണം. ഞാനിനി എത്ര ഉഴപ്പിയെന്ന് പറഞ്ഞാലും എൻ്റെ സഹോദരൻ മുമ്പോട്ട് പോകാൻ പാടില്ല എന്നുള്ള നിലയിൽ ഉള്ള ഒരവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം എങ്ങനെ വരുന്നറിയാവും? ഒരു ചിന്തയായിട്ടാണ് വരുന്നത്. ഒരു തോട്ട് നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചിന്തയായിട്ട് വരുന്നു. ആ ചിന്ത നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നു, പല കാര്യങ്ങളും എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ എത്ര നാളെടുക്കും? 9 മാസം മിനിമം എടുക്കുമല്ലോ അല്ലേ? ഇപ്പം മെച്ചൂർ ബേബി അല്ലെങ്കിൽ 9 മാസം എടുക്കുമല്ലോ. ഈ 9 മാസം പോലെ ഇറ്റ് ഈസ് ഹാവിങ് എൻ ഇൻക്യുബേഷൻ ടൈം. ആ പാപം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, പാപത്തെ പ്രസവിക്കുന്നു. അത് വളർന്ന് പിന്നെ എന്തായിത്തീരുന്നു? മരണത്തെ പെറുന്നു. സോ ദ 3 സ്റ്റേജസ് ആണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ നിൻ്റെ ഹൃദയത്തിനകത്തുള്ളിൽ ഈ കോപം ഒരു വെറും ചിന്ത മാത്രമാണ്. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. യു മസ്റ്റ് ഓവർകം ഇറ്റ്. അതൊരു പാപമാകുവാൻ നീ അനുവദിക്കരുത്. പ്രിയ സ്വരങ്ങളെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ ഒരു പർട്ടിക്കുലർ പാപം നിൻ്റെ ജീവിതത്തിൽ അനേക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം why they are not effective in Christian life എന്നുള്ളത് ഒറ്റ കാര്യം ചോദിച്ചാൽ, ഇനി their secret, there is sin. പാപം അവരുടെ ജീവിതത്തിൽ, they are harboring sin in their secret life. അവരുടെ ജീവിതത്തിൽ പാപം കൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ പാപം കൊണ്ട് നടന്ന് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാനോ കർത്താവ് നിങ്ങളുടെ കൂടെ നടക്കാനോ പറ്റിയല്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഔട്ട് ഹിയർ. സോ അദ്ദേഹത്തിനോട് കൃത്യമായി പറയുകയാണ്. എന്നാൽ പക്ഷേ എന്ത് ചെയ്തു? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേട്ടൊന്നുമില്ല. ഈ സെഡ് ഐ മസ്റ്റ് കണ്ടിന്യൂ ഇൻ മൈ തോട്ട്. എൻ്റെ ചിന്തയിൽ മുമ്പോട്ട് പോകണമെന്ന് കയീൻ തീരുമാനിച്ചു. ആൻഡ് നൗ വേഴ്സ് 8, 8ാമത്തെ വാക്യം. എന്നാൽ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് മതി. ബാക്കി കഥകൾ നമുക്കറിയാലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒരു കോപമായിരുന്നു, ഒരു ജലസി ആയിരുന്നു, അത് കോപമായി തീർന്നു. ആ കോപം ഇപ്പം എന്തായി തീർന്നു?
കൊല്ലുന്ന ഒരു വ്യക്തി, ഒരു മേർഡർ എന്നുള്ള നിലയിലോട്ട് കാര്യങ്ങൾ പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത് നമ്മുടെ ഹൃദയത്തിലെ ഒരു ചിന്തയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു സഹോദരന്മാരോട് നമുക്കുള്ള ദേഷ്യമായിക്കൊള്ളട്ടെ, നമ്മുടെ വൈഫിനോട് നമുക്കുള്ള ദേഷ്യമായിക്കോട്ടെ, ഭർത്താവിനോടുള്ള ദേഷ്യമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ദേഷ്യമായിക്കൊള്ളട്ടെ, നമ്മുടെ സഹപ്രവർത്തകരുടെ ദേഷ്യമായിക്കൊള്ളട്ടെ, ഒരു പക്ഷേങ്കിൽ നമ്മുടെ ഇൻലോസിനോടുള്ള ദേഷ്യമായിക്കൊള്ളട്ടെ, ആരോടുമായിക്കൊള്ളട്ടെ, പക്ഷെങ്കിൽ ഇത് നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിൽ from one point it will go to the next point, from that point it will go to the next point. ഞാൻ പറഞ്ഞു, യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മോഹം പാപമാകുന്നു, പാപം മരണത്തെ പേറുന്നു. അപ്പോൾ ഈ 3 പോയിന്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ യു മസ്റ്റ് ഓവർകം ദാറ്റ്. അതിനെ ജയിക്കണമെന്ന് തന്നെയാണ് കർത്താവിൻ്റെതായിട്ടുള്ള ആഗ്രഹം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 11-12 വാക്യങ്ങൾ വായിക്കും. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ വേഗം വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന് 11-12. മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി. തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമ്യൻ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമ്യനെ അടിച്ചു കൊന്നു മണലിൽ മറവ് ചെയ്തു. മതി. മോശയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. മോശയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലരും പറയാറുണ്ട്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആരാണ്? മുൻകോപികളാണ്, അല്ലേ? ഞങ്ങൾ ഭയങ്കരമായിട്ട് കോപിക്കുന്ന ആൾക്കാരാണ് ചിലർ പറയാറുണ്ട്. അപ്പം മോശയും അതുപോലത്തെ ഒരു ടൈപ്പായിരുന്നു. മോശയെ സംബന്ധിച്ചിടത്തോളം മോശ നോക്കിയപ്പോൾ തൻ്റെ സഹോദരനെ അവരെ ഉപദ്രവിക്കുന്നത് കണ്ടു. അന്നേരം അതിനെ കൊന്ന് മണലിനകത്ത് മൂടി. അത്രയ്ക്കും ദേഷ്യമായിരുന്നു മോശയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ടൈപ്പായിരുന്നു മോശ. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറയുന്നത് പോലത്തെ ആ ഒരു ടൈപ്പായിരുന്നു മോശ. എന്നാൽ ആ മോശയുടെ ജീവിതത്തിലെ ലൈഫ് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, 40 വർഷം കർത്താവ് മോശയമേൽ പണിത് മോശയെ ശരിയാക്കിയെടുത്തു. ആ മോശയെക്കുറിച്ച് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം നോക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 12 verse 2 and 3. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ? ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞ് യഹോവ അത് കേട്ടു. ഇവിടെ ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. മോശയും അഹ്റോനും മിരിയാമും ഒരു ബ്രദറും സിസ്റ്ററും ഒക്കെ ആണല്ലോ. അപ്പം ഇവിടെ മോശ മാത്രം എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സ്പോക്സ്മാൻ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ബാക്കി ആർക്കും സംസാരിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു തഴയപ്പെട്ടതുപോലൊരു ചിന്ത. ഇവിടെയും എന്താണ് പ്രശ്നം? അസൂയ, അല്ലേ? ഇവിടെയും പ്രശ്നം അസൂയ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, ഈ മോശയോട് മാത്രമേ ദൈവം സംസാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഈ ചേട്ടനും സിസ്റ്ററായിട്ടുള്ള മിറിയാമും സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സോ ദേ സെഡ്, ഹാസ് ലോർഡ് ഇൻഡീഡ് സ്പോക്കൻ ഓൺലി ത്രൂ മോസസ്, ഹാസ് ഹി നോട്ട് സ്പോക്കൻ ത്രൂ us ഓൾസോ? ആൻഡ് ദ ലോർഡ് ഹേർഡ് ഇറ്റ്. അപ്പം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആര് കേട്ടു? ആരാ കേട്ടെ? യഹോവ കേട്ടു. പ്രിയ സഹോദരങ്ങളെ, അപ്പം നമ്മൾ നമ്മുടെ വീടുകളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ആര് കേൾക്കുന്നുണ്ട്? യഹോവ കേൾക്കുന്നുണ്ട്. യഹോവ കേട്ടു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടതിന് ശേഷം മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക്, തൊട്ടടുത്ത വാക്യം എന്താ? മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അപ്പം ഭൂതലത്തിലുള്ള എല്ലാരെ കാട്ടിലും സൗമ്യനായ മനുഷ്യൻ ആരാണ്? മോശയുടെ ശരിക്കുള്ള സ്വഭാവം എന്തായിരുന്നു? ഒറ്റയടിക്ക് ഒരു ഈജിപ്ഷ്യനെ കൊന്ന മോശയാണ്. ആ മോശയെ ദൈവം തമ്പുരാൻ പണിതെടുത്തപ്പോൾ ഇപ്പോൾ മോശ എങ്ങനെയാണ്? മോശ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായി തീർന്നു. ഈസ് ദ മോസ്റ്റ് മീക്കസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ദൈവത്തിന് മുഖാമുഖം സംസാരിക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി. എല്ലാവരോടും തൻ ഫേസ് ടു ഫേസ്. 8-ാമത്തെ വാക്യം, ഐ സ്പീക്ക് with him face to face, even plainly, and not in dark sayings. He sees the form of the Lord. Why then were you not afraid to speak against my servant Moses? അത്രയ്ക്കും കർത്താവ് മോൾഡ് ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ് മോശ. Praise the Lord. Wonderful, isn't it? So God can change us, is it not? ദൈവത്തിന് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലേ? പറ്റും. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മളെ വ്യത്യാസപ്പെടുത്തി നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം തന്ന് കർത്താവ് നമ്മളെ ഇപ്പോൾ ഏറ്റവും സൗമ്യനായ മനുഷ്യനാക്കി തീർത്തു. എന്നാൽ മുമ്പോട്ട് മോശയെടുക്ക് പോകുമ്പോൾ നമ്പേഴ്സ് 20 20-ാമത്തെ അധ്യായം, സംഖ്യാപുസ്തകം 20-ാമത്തെ അധ്യായം വന്നപ്പോഴേക്കും 2-ാമത്തെ വാക്യം verse 2,
ജനത്തിന് കുടിപ്പാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. അപ്പം ഇവിടെ അടുത്തൊരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യാണ്. ഇവിടെ പറയുന്ന പ്രോബ്ലം ഇതാണ്, ജനത്തിന് വെള്ളം കുടിക്കാനില്ലായിരുന്നു. അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി അവർ കൂട്ടം കൂടി. മോശ ദൈവസന്നിധി ചെന്നു, കരഞ്ഞു വീണു. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും. വേഴ്സ് 8, 8ാമത്തെ വാക്യം. എന്നാൽ അത് വെള്ളം തരും, പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ചു. വേഴ്സ് 7 and 8, 7, 8. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുകെ പാറയോട് കൽപ്പിക്കാം. പാറയോട് അടിക്കാനോ കൽപ്പിക്കാനോ? കൽപ്പിക്കാം. നേരത്തെ ദൈവം പറഞ്ഞത് അടിക്കാനോ കൽപ്പിക്കാനോ? മുമ്പിൽ അടിക്കാൻ പറഞ്ഞു, ഇപ്പോഴേ കൽപ്പിക്കാം. എന്താ വ്യത്യാസം? ഒരു പ്രാവശ്യമേ ദൈവത്തെ ദണ്ഡിപ്പിക്കാവൂ. റൈറ്റ്? കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലായിട്ട് നമുക്കായി മരിച്ചു. റൈറ്റ്? രണ്ടാമത്തെ പ്രാവശ്യം മരിക്കാനായിട്ട് കർത്താവ് നമുക്ക് ദൈവത്തിൻ്റെ പ്ലാനിനകത്തുള്ള കാര്യമല്ല. പക്ഷേ മോശയോട് പറഞ്ഞു, നീ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ മോശ എന്ത് ചെയ്തു? താട്ട് വായിച്ചാട്ടെ. എന്നാൽ അത് വെള്ളം തരും, പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിന് അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോട് അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. What a difficult situation, isn't it? Can you imagine that? See, ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു വ്യത്യാസം. വളരെ കോപിഷ്ഠനായ, മുൻകോപിയും വളരെ കർക്കശക്കാരനുമായിരുന്ന മോശയെ കർത്താവ് മോൾഡ് ചെയ്ത് 40 വർഷം കൊണ്ട് മോൾഡ് ചെയ്ത് ഏറ്റവും സൗമ്യനായ ഒരു മനുഷ്യനാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഈ യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ മോശയ്ക്ക് ഒരു സിറ്റുവേഷനായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനത്തിൻ്റെ അവസ്ഥയോ തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയോ, ഹി വെൻറ്റ് ഡൗൺ ഇൻ ഫെയ്ത്ത്. അവിടെ എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? യു ഡിഡ് നോട്ട് ഓണർ ദ ലോർഡ്, യു ഡിഡ് നോട്ട് ബിലീവ് മീ. റൈറ്റ്? അങ്ങനെയല്ലേ വായിച്ചത്? വേഴ്സ് 12. ദ ലോർഡ് സ്പോക്ക് ടു മോസസ്, ബിക്കോസ് യു ഡിഡ് നോട്ട് ബിലീവ് മീ. നീ എന്നെ വിശ്വസിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ കർത്താവിലാണ് എന്നുള്ളത് സന്തോഷിക്കുന്നു. പക്ഷെങ്കിൽ our faith in different times of our life, it can go down. And that was very costly for Moses. മോസസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വില കൊടുക്കേണ്ട വന്ന ഒരു സിറ്റുവേഷനാണ്. മോസസ് പിന്നെ ഇത് കരഞ്ഞു ദൈവത്തോട് ചോദിച്ചു. God said no. Dear brothers and sisters, here you have to understand, പാപം ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ then it becomes very serious. മോസസിനെ സംബന്ധിച്ചിടത്തോളം ദൈവസേന കരഞ്ഞു ചോദിച്ചു, പ്ലീസ് ലെറ്റ് മീ ഗോ ഇൻ. said no, you can only see from distance. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അപ്പം എന്താ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം? കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒരു കോപമായിരിക്കാം, ചിലപ്പോൾ ഒരു ആയിരിക്കാം. ഈ വിഷയങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ കർത്താവ് നമ്മളെ മോൾഡ് ചെയ്ത് എടുത്തതിൽ നമ്മൾ സന്തോഷിക്കുന്നു. കാരണം ഗോഡ് വർക്ക്ഡ് ഇൻ അവർ ലൈഫ്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിൽ നമുക്ക് സന്തോഷിക്കുന്നു. വെരി ഗുഡ്. ബട്ട് ദെൻ there need to be a consistency in our life. We need to continue in the same faith as it is. തുടക്കം നല്ലതാണ്, വണ്ടർഫുൾ. പക്ഷേ എൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെ വരെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തുടങ്ങി എന്നുള്ള കാര്യം സന്തോഷം തന്നെ. ബട്ട് ഹൗ ആർ യു കൺസിസ്റ്റൻറ്റ് ഇൻ യുവർ ലൈഫ്? പലരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ അവർ കർത്താവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചൊരു കാര്യമായിരുന്നു. യു നീഡ് ടു ബി വെരി വെരി കെയർഫുൾ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തോട് മോശയോട് കൃത്യമായി പറഞ്ഞ കാര്യമാണ്. മോശ നീ സംസാരിക്കുക മാത്രമേ ചെയ്യാവൂ. പക്ഷെ മോശയും ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. ആൻഡ് ദാറ്റ് വാസ് ദ വാട്ടർ ഓഫ് മെരീബ. അല്ലേ? ആ ഒരു സിറ്റുവേഷനെ നമ്മൾ കണ്ടതായിട്ട് കാണുന്നു. എന്നാൽ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യവാക്യം 12ാമത്തെ വാക്യം എന്ന് വായിച്ച് വേഴ്സ് 12. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക്
കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം വേഴ്സ് 13. ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം And he was allowed among them. പക്ഷേ അപ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുകയാണ്. അടി കൊണ്ടിട്ടും കർത്താവ് വെള്ളം കൊടുത്തില്ലേ? കൊടുത്തു, വെള്ളം കൊടുത്തു. അപ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ സ്നേഹം മനസ്സിലായിക്കോണം. പക്ഷേ പുതിയ നിയമത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുമ്പോഴത്തേക്കും കർത്താവ് പറയണം, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ. റോമൻ ചാപ്റ്റർ 6 വേഴ്സ് 14, റോമർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ട്. 6:14. ഹല്ലേലൂയ. ഈസ് ദാറ്റ് എ പാർട്ട് ഓഫ് എ ഗോസ്പൽ? ദൈവം നമ്മളെ കേൾപ്പിച്ച സുവിശേഷത്തിൻ്റെ ഭാഗം എന്താണ്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരായിരിക്കുന്നത് കൊണ്ട് പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വലിയ കൃപയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ പ്രോമിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൃപയ്ക്ക് അധീനരായിരിക്കുന്നത് കൊണ്ട് പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ദാറ്റ് ഐ വിൽ ബിക്കം ആൻ ഓവർകമർ. കയീനോട് പറഞ്ഞു യു മസ്റ്റ് ഓവർകം എന്ന് പറയുന്നത് അതേ മെസ്സേജാണ് നമ്മളോടും ദൈവം പറയുന്നത്. യു മസ്റ്റ് ബി ആൻ ഓവർകമർ. നിങ്ങളൊരു ജയാളിയായിട്ട് തന്നെ നടക്കണം. അതാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഓരോ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അല്ലയോ ബ്രദറെ, ഞാൻ എന്തോ പറയാനാ, ഞാനൊരു പാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഐ മസ്റ്റ് ബി ആൻ ഓവർകമർ. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരു ചില പ്രസംഗിക്കുന്നവർക്കും ലീഡ് ചെയ്യുന്നവർക്കും വേണ്ടി മാത്രമേ. എല്ലാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരേ പ്രോമിസാണ്, ദാറ്റ് വി മസ്റ്റ് ബി ആൻ ഓവർകമർ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് പാരമ്പര്യം പറയാനായിട്ട് കഴിയത്തില്ല. സൗര, ഞങ്ങൾ കുടുംബമായിട്ട് മുൻകോപികളാണ്, അതുകൊണ്ട് ഐ ആം അലൗഡ് ടു കണ്ടിന്യൂ എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. ഒരു പക്ഷേ കോപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് പലപ്പോഴും എല്ലാവരും അത് വളരെ ന്യായീകരിച്ചൊക്കെ പറയുമായിരിക്കും. പക്ഷേ വ്യഭിചാരം എന്ന് പറഞ്ഞാലോ, ഞങ്ങൾ കുടുംബപരമായിട്ട് വ്യഭിചരിക്കുന്നവരാണ്, ഐ കനോട്ട് ചേഞ്ച് ഇറ്റ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ആരും പറയാറില്ല അല്ലേ? വി ആർ വെരി കെയർഫുൾ. ആ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളാണ്. പക്ഷേ അത് എന്ത് തന്നെ പാപമായിക്കൊള്ളട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് ആ ഒരു അധികാരം നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുകയാണ്, ടു ബി ആൻ ഓവർകമർ. Now let's read Romans chapter 8 verse 13. 8:13 വായിച്ചാട്ട്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മെസ്സേജ്. ഐ ജസ്റ്റ് വാണ്ട് ടു ബ്രിങ് ഇറ്റ് ബാക്ക്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മെസ്സേജ് ഞാൻ കൊണ്ട് ബ്രിങ് ഇറ്റ് ബാക്ക്. സി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു, കർത്താവേ, ഐ നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ മൈ ലൈഫ് ടു ബി ആൻ ഓവർകമർ. വേർ whenever whatever situation like this. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ അടിമകളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജാണ്, കർത്താവേ, that I can be an overcomer. And it says, if you live according to the flesh, you will die. But if by the Spirit you put to death the deeds of the body, you will live. Praise God. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഏത് പാപവിഷയമാണെങ്കിലും അതിന് മേൽ ജയം കൊണ്ടാടുവാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ പാപത്തിൽ വീണേച്ച് അതൊക്കെ ബ്രദറെ നോർമലാണ്, സാരമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനായിട്ടല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജയം കൊണ്ടാടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, Can you read that verse again? 8:13 നമ്മൾ പല ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് സുവിശേഷം വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ if you are saying that you are filled with the Holy Spirit, we want to see the fruit of the Holy Spirit in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ കണ്ടേ പറ്റത്തുള്ളൂ. Isn't that the proof? അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രൂഫിനെ കാര്യത്തിൽ കുറച്ച് ലാസ്റ്റ് എന്താ പറഞ്ഞ്
ആ ഫലത്തിൻ്റെ ലാസ്റ്റ് എന്തായിരുന്നു? കഴിഞ്ഞ ആഴ്ച പിന്നെ ഓർപ്പിച്ചു, എന്തായിരുന്നു? എന്തിരി. അതിൻ്റെ തൊട്ട് മുമ്പിൽ എന്തായിരുന്നു? അതിൻ്റെ തൊട്ട് മുമ്പ് എന്താണ്? ജെന്റിൽനെസ് ഓർ മീക്നെസ്, റൈറ്റ്? ഇത് തന്നെയാണ് മോശയെക്കുറിച്ച് പറഞ്ഞത്, ദ മീക്നെസ്. അതിൻ്റെ തൊട്ട് മുമ്പ് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 5:22 ഗലാത്യർക്ക് ലേഖനം 5:22. ഞാൻ ഈ ഭാഷയിലൊക്കെ പറയുന്നുണ്ടായിരിക്കാം, പ്രൈസ് ദ ലോർഡ്, ദാറ്റ്സ് ഗുഡ്, ബട്ട് ഐ ഡു നോട്ട് വോണ്ട് ടു ഗോ ബാക്ക് ഇൻ ദിസ് റൂട്ട്, ദെൻ ദർ ഇസ് സീരിയസ്ലി സംതിങ് റോങ്. സീരിയസ്ലി സംതിങ് റോങ്. ഒരു കോയിൻ്റെ ഒരു സൈഡ് നമ്മൾ ഒറിജിനലായിട്ട് കാണുകയും മറ്റേ സൈഡ് ഫേക്കും ആണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇഫ് വി സേ ദാറ്റ് വി ആർ ഹാവിങ് ഗിഫ്റ്റ്സ് ബട്ട് വി ഡു നോട്ട് ഹാവ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ദൈവത്തിൽ രണ്ടും മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല. യു ഹാവ് ടു ഗോ ടുഗെദർ വിത്ത് ഇറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ ക്ലിയറാണ്. പ്രത്യേകിച്ചും ചിലർ പറയാറുണ്ട്, എനിക്ക് ആ ബ്രദറിനെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ സഹോദരിമാർ പറഞ്ഞ് എനിക്ക് ആ സഹോദരിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ രണ്ട് സഹോദരന്മാരെയും കൂടെ ഒരു റൂമിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ എത്ര കാലം നിങ്ങൾ സ്നേഹിക്കും? അല്ലെ ഈ രണ്ട് സഹോദരിമാരെയും കൂടെ ഒരു റൂമിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ എത്ര നാൾ നിങ്ങൾ സ്നേഹിക്കും? അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രൈസ് ദി ലോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പൂ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം കൂടി വരുമ്പോൾ എങ്ങനെയുണ്ട്? ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഗോ ടു ദ ലോർഡ് ആൻഡ് ക്രൈ, ലോർഡ് ഐ നീഡ് ടു ബി ഫിൽഡ് ഇൻ ദ സ്പിരിറ്റ് ആസ് യുവർ സ്ക്രിപ്ചർ സേസ്. Not according to anybody says, according to the scripture says, Lord, I need this change in my heart. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ ആ വാക്യം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഇഫ് യു ആർ honest with God, go to God and ask for forgiveness and get up and say, Lord, make me stand. എന്നെ നിർത്തണമേ, അല്ലേ? ഫെസരിക്കത്ത് ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. ഫെസരിക്കത്ത് ലേഖനം 4-ാം അധ്യായം, Ephesians chapter 4 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, വേഴ്സ് 26, 4:26. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാപം ചെയ്യാതെ ഇരിക്കണം. അതെങ്ങനെയാണ് പറ്റുന്നത്? അല്ലേ? എല്ലാ കോപവും പാപമല്ല. യേശു കർത്താവ് പോലും കോപിച്ചു. എവിടെയാണ് യേശു കർത്താവ് കോപിച്ചത്? യെരുശലേം ദേവാലയത്തിൽ ചെന്ന് എല്ലാവരും കർത്താവിൻ്റെ ആലയം കള്ളന്മാരുടെ ശാലയാക്കി തീർക്കാൻ കണ്ടപ്പോൾ വളരെ ബ്രദറെ പ്രൈസ് ദ ലോർഡ് കെൻ യു പ്ലീസ് മൂവ് എന്നൊന്നും അല്ല പറഞ്ഞ്, വളരെ കോപത്തോടു കൂടെ തന്നെയാണ്. അതേപോലെ തന്നെ പരീശന്മാരുടെ സ്വഭാവം കണ്ടപ്പോൾ ദൈവം കോപിച്ചു. പക്ഷെ അത് ദൈവത്തിൻ്റെ നിലയിൽ മാത്രം, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് മാത്രമാണ് അദ്ദേഹം കോപിച്ചത്. തൻ്റേതായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഒന്നും താൻ കോപിച്ചില്ല. തന്നെ ഒരിക്കലും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാത്ത ആരോടും തന്നെ കോപിക്കുന്നതായിട്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കോപിക്കുകയും ആ നിലയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ തരാത്തതും നമ്മളുടെ റൈറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും കോപം നമ്മുടെ മുമ്പിലുണ്ടാകുന്നത്. അതും വളരെ ലിമിറ്റഡായിട്ട് നമുക്ക് കോപിക്കാനുള്ള പല സ്പേസുകളുണ്ട്. നമുക്ക് കോപിക്കാൻ എല്ലാവരുടെയും നമ്മൾ കോപിക്കുകയില്ല. നമ്മൾ കോപിക്കുന്ന ചിലരോട് മാത്രമേ നമ്മൾ കോപിക്കാൻ, ബിക്കോസ് വി ഹാവ് ദ ഫ്രീഡം ടു ഡു ഇറ്റ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഭാര്യയോട് നമുക്ക് കോപിക്കാതിരിക്കും, കാരണം ബിക്കോസ് ഷീ തിങ്സ് ഷീ വിൽ നോട്ട് ഡു എനിത്തിങ് ബാക്ക് ടു യു. അല്ലെങ്കിൽ തിരിച്ചോ ഭർത്താവിനോട് കോപിക്കാതിരിക്കും, പക്ഷേ അദ്ദേഹം ഒന്നും പറയത്തില്ലായിരിക്കും. വട്ടെവർ ഇറ്റ് ഈസ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേങ്കിൽ അവരൊന്നും നിങ്ങളെ ചെയ്യത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളോട് കോപിക്കുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിനോട് പോയി നിങ്ങൾ കോപിക്കാറില്ല, നിങ്ങളുടെ സബോർഡിനേറ്റ് നിങ്ങൾ കോപിക്കുമായിരിക്കും. വട്ടെവർ ഇറ്റ് ഈസ്. ബട്ട് വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ആ കോപം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയാനാണ്, കർത്താവ് അത് പാപമല്ല എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അത് നമുക്ക് പറയാനായിട്ട് കഴിയണം. എന്നിട്ട് ആ വാക്യം ഫുൾ ഒന്നുകൊണ്ട് വായിച്ച് 26-27. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ആ നിലയിലുള്ള കോപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ഷാർപ്പായിട്ട് പറയേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. പക്ഷേ ആ ഒരു കാര്യം പറയുമ്പോഴും ഒരു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കണം. എനിക്കറിയാം ചില വിശ്വാസികളായിട്ടുള്ള വ്യക്തികൾ ആയുസിൽ ക്ഷമ ചോദിക്കുകയില്ല. And I see the family is going down and down and down in their personal life. And they want to show to doctors and all those things. But you still do not want to go a simple principle in your life. Go and ask forgiveness one another. Settle yourself. Go forward. Which is more difficult?
അത് ചെയ്യുന്നതാണോ അതോ വലിയ ഡോക്ടറിൻ്റെ അടുക്ക കൺസൾട്ടേഷൻ ഫീസ് കൊടുത്ത് പല പല കാര്യങ്ങൾ ചെയ്യുന്നതാണോ? പ്രിയ സഹോദരങ്ങളെ, when God's word says simple things, go and obey in simplicity. അവിടെ പറഞ്ഞിരിക്കുന്നത് കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ, വായിച്ചാൽ വാക്യം ഒന്നുകൂടെ വായിച്ചേ, സൂര്യൻ അസ്തമിക്കുമ്പോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു പക്ഷെങ്കിലും ഉണ്ടായേക്കാം, തെറ്റുകൾ സംഭവിച്ചേക്കാം, ബട്ട് ബിഫോർ സൺസെറ്റ് അത്രയും പോലും വെച്ചുകൊണ്ടിരിക്കരുത്. എന്താ കാരണം? തൊട്ടടുത്ത വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ ഭവനത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി വെച്ചിരിക്കുന്നതിന് അതിനെതിരായിട്ട് വേറൊരു വിഷയങ്ങളുണ്ടാകാൻ, അതുകൊണ്ടാണ് പറയുന്നത് കായിനെ നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ പിശാച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഗ്രഹം, ആ പാപത്തിൻ്റെ ആഗ്രഹം നിന്നോടായിരിക്കുന്നു. അത് ഗർഭം ധരിച്ചൊരു പാപമായി തീരുവാൻ നീ അനുവദിക്കരുത്. യു മസ്റ്റ് ഓവർകം. അതേ വാക്യം തന്നെയാണ് ഇന്നും നമ്മൾ കേൾക്കുന്നത്, യു മസ്റ്റ് ഓവർകം. നീ അതിനെ ജയിക്കണം എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. ഇപ്പോൾ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിച്ച് പറയുകയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ പിശാചിന് ഇടം കൊടുക്കുക എന്ന് മാത്രം ചെയ്താൽ മതി? എന്തെങ്കിലും നമ്മൾ അവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? എന്തുമാത്രം ചെയ്താൽ മതി? ഇച്ചിരി കോപമൊക്കെ വെച്ചോണ്ടിരുന്ന വെച്ചാൽ മതി. ഞാൻ ക്ഷമിച്ചു കൊടുക്കുകയല്ല, പുള്ളിക്കാരൻ ശരിയാവുന്ന പറഞ്ഞാൽ കൊടുക്കുകയല്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കൊടുക്കുകയല്ല. പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ ക്ഷമിച്ചും കർത്താവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞും ഒക്കെ വിട്ടുകൊടുത്തും ഒക്കെ സ്നേഹിച്ചും കർത്താവിൻ്റെ സന്നിധിയിൽ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് തന്നെയുമല്ല, ഇത് തുടരാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് കോപിച്ചു പിന്നെ നാളെയും കോപിച്ചു, അങ്ങനെയല്ല. കർത്താവ് നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? അതിൽ ജയാളിയായിട്ട് നിൽക്കുവാൻ. See, if I am falling in adultery, God says, okay, I'll forgive your adultery this time. Next day again, falling again, I'll forgive. No, that's not what the God is expecting from us. ദൈവം നമ്മളെക്കുറിച്ച് അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? അല്ല. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിൽക്കാനായിട്ടാണ്. God is going to make me stand. That's a gospel. അത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യും, കർത്താവിൻ്റെ സന്നിധിയിൽ. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആവാത്തെ? ബിക്കോസ് യു ഡോണ്ട് ഡിസയർ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ കർത്താവ് എന്തിനത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ദാഹമില്ലെങ്കിൽ കർത്താവ് എന്തിനത് ചെയ്യുന്നത്? കർത്താവ് ആരെയും ജസ്റ്റ് ഒറ്റ രാത്രി കൊണ്ട് അതിവിശുദ്ധരാക്കി കർത്താവിനെ പോലെ ആക്കുന്നില്ല. God is giving us time for us to work with it. നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുവാനായിട്ട് ദൈവം തന്നു. And who is our example? നമുക്കുള്ള എക്സാമ്പിൾ എന്താണ്? Our perfect example is Jesus. യേശു കർത്താവാണ് നമ്മുടെ പെർഫെക്റ്റ് എക്സാമ്പിൾ. Let us read this portion. John chapter 19 verse 1 to 5. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. I think none of us have gone through that. So that is our perfect example. John chapter 19 verse 1 to 5. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യം. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി ആറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ അടുക്കൽ ചെന്ന്, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മതി. ഈ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പിക്ചർ ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തു തന്നെ ക്രൂശിലോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് അവർ യേശുവിനെ അടിച്ചതിന് ശേഷം യേശുവിൻ്റെ തലയിലൊരു മുൾക്കിരീടം വെച്ചു. രാജാവാണ് എന്നുള്ളതുകൊണ്ട് കളിയാക്കാൻ വേണ്ടി തൻ്റെ വസ്ത്രത്തിന് പകരം അവർ ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് അവനെ കളിയാക്കി, അവൻ്റെ തലയിലടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പരസ്യമായി അവനെ കൊണ്ട് നിർത്തി വെച്ച് പറഞ്ഞു, I am bringing them out to you, that you may know that I find no fault in him. Then Jesus came out, wearing the crown of thorns and the purple robe. And Pilate said to him, behold the man. Just can you imagine? Jesus was humiliated to the maximum. സൃഷ്ടാവിനെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഹ്യൂമിലിയേഷൻ. അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ തലയിൽ അടിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിരീടം അണിഞ്ഞു വെച്ചു, അവൻ്റെ വസ്ത്രമൂരി
വേറെ വസ്ത്രം ധരിപ്പിച്ചു. എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടു നിർത്തിയപ്പോഴും വാട്ട് വാസ് ഹിസ് ഡിഫൻസ്? വാട്ട് ഡിഡ് ജീസസ് സേ? യേശു എന്തെങ്കിലും പറഞ്ഞോ? പ്രവാചകൻ അത് കണ്ടിട്ട് യെശയ്യാവ് 53 പറയുന്ന വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ് 53:7. Isaiah 53:7. He was oppressed. അവൻ താഴ്ത്തി Yeah. വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. മതി. ഇവിടെ ഇരിക്കുന്നു. He was oppressed, he was afflicted, yet he opened not his mouth. He was led as a lamb to the slaughter, as a sheep before its shearers is silent. So he opened not the mouth. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ we may get ridiculed. We may get ഒരു പക്ഷെങ്കിൽ കളിയാക്കലൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒറ്റപ്പെടലുകൾ ഉണ്ടായെന്ന് വരും. ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കാര്യം കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഇത് കർത്താവിന് വേണ്ടിയല്ല എന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവിടെയൊന്നും ഒരു വാക്ക് പോലും കർത്താവ് പറഞ്ഞില്ല. There's nothing in defense of him. അറുപ്പാനുള്ള ആടുകളെ കൊണ്ടുപോകുന്നത് പോലെ മിണ്ടാതെ കർത്താവ് നിന്നു. That is full of Holy Spirit. Now you understand the picture of full of Holy Spirit is. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ പലപ്പോഴും നോക്കുമ്പം that is Holy Spirit overflowing. Praise God. താൻ ആർക്കു വേണ്ടിയാണ് കൈ വിരിച്ചത്? തന്നെ ശിക്ഷിക്കുന്ന ആ പിലാത്തോസിനും കൂടെ വേണ്ടിയാണ് ആ കർത്താവ് കൈകളെ വിരിച്ച് ആ ക്രൂശിൽ ആണിയടിയേറ്റത്. And now you understand, Lord, this is Holy Spirit. Now we can forgive to a certain extent as a human being. നമുക്ക് മനുഷ്യനെന്നുള്ള നിലയിൽ ചില ക്ഷമയുടെ ക്വാളിറ്റി നമുക്കുണ്ട്. ചിലതൊക്കെ നമ്മൾ ക്ഷമിക്കാറുണ്ട്. But that's not the Holy Spirit is all about. അത് നമ്മളുടെ തന്നെ സ്വഭാവങ്ങളാണ്. മറ്റുള്ളവർക്കും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ there is something which I cannot do. Only Holy Spirit can do in my life. That is what he is talking about. That is the gift of the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. And the Lord is saying that, yeah, this is what I want to come out of your life. Not something that, okay, which you can forgive, ക്ഷമിക്കുക, adjust ചെയ്യുക. This even a psychologist will help you to do it. That's not God's life he's talking about. അതിനകത്ത് nothing special. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വ്യത്യാസമാണ്. കർത്താവ് ദിസ് ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഓവർഫ്ലോയിങ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനദികൾ ഒഴുകുമെന്ന് പറയുമ്പോൾ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എത്ര കോരിയാലും പറ്റാത്ത വണ്ണം, ദാറ്റ് മീൻസ് എത്ര അകൃത്യങ്ങൾ മൂടിയിട്ടും അതുകൊണ്ടും കഴിയാതെ വണ്ണം നിറഞ്ഞു പൊങ്ങി വരുന്ന ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ മനസ്സിലാകും. ദെൻ വി നോ ദിസ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ലവ്. വി സി ഹ്യൂമൻലി നമ്മൾ സ്റ്റീഫൻ്റെ കാര്യം പറയുന്നത്. ഈവൻ സ്റ്റീഫൻ ഓൾസോ നോട്ട് പെർഫെക്റ്റ്. നമുക്ക് പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഒരു ക്യാപ്റ്റൻ ഓഫ് ദ സാൽവേഷൻ ഹി വെൻ ബിഫോർ ടു ഷോ അസ് എ മോഡൽ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ഇതിൽ നിന്ന് ഒത്തിരി സബ്സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കാണുമ്പം നമ്മൾ പറയണം, കർത്താവേ, this is what I see as you as my model. കർത്താവേ, നിന്നെ ഞാൻ മോഡലായിട്ട് കാണുന്നു. നമ്മൾ ചുറ്റുപാടുമുള്ള ഓക്കെ അങ്ങനെ പോലെ അല്ലല്ലോ, ആളിനെ പോലെ അല്ലല്ലോ, ആ ബ്രദറിനെ പോലെ അല്ലോ, ആ സിസ്റ്ററിനെ പോലെ അല്ലല്ലോ. ഡോണ്ട് ഡു ഇറ്റ്. നോട്ട് ഈവൻ ലൈക്ക് മോസസ്, നോട്ട് ഈവൻ ലൈക്ക് ഏബിൾ, നോട്ട് ഈവൻ ലൈക്ക്, അതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഹാബേലിനെ കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന, അല്ലേ? നോട്ട് ഈവൻ ലൈക്ക് ഏബിൾ. അതിനേക്കാട്ടിലും ശ്രേഷ്ഠമായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കാനായിട്ട് നമ്മളെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ എബ്രായലേഖനത്തിലെ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. Consider him who endured such hostility from sinners against himself, lest you become weary and discouraged in your souls. മടുക്കാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ കർത്താവിനെ കൺസിഡർ ഹിം. ഹല്ലേലൂയ. ആൻഡ് വെൻ വി ലുക്ക് അറ്റ് ജീസസ്, and that was the same thing from the beginning of the Bible till the end of the Bible.
He says, consider Jesus. ഇങ്ങനെ നമുക്ക് മുമ്പാകെ സാക്ഷ്യമായി നിന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് നോക്കാനായിട്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ചിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, not preaching to you, I'm preaching to myself. I say to myself, this is not a message for you, it's a message for me. Right? For all of us, if we got to take it, നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം, കർത്താവേ, look at that Jesus. ഒരു പാപത്തെക്കുറിച്ച് പറഞ്ഞു, എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് you can apply the same message. But I just told you about anger or jealousy or anything which comes in our life like that. But when I see, Lord, I'm still not like Jesus. യേശു ക്ഷമിച്ചതുപോലെ ഞാൻ ഇന്ന് ക്ഷമിച്ചിട്ടില്ല. യേശു സ്നേഹിച്ചതുപോലെ ഇന്ന് ഞാൻ സ്നേഹിച്ചിട്ടില്ല. യേശു നിന്നതുപോലെ ഇന്ന് ഞാൻ നിന്നിട്ടില്ല. കർത്താവെ എന്ന് കാണുമ്പോൾ, ലോർഡ് ഫിൽ മീ വിത്ത് ഹോളി സ്പിരിറ്റ്. കർത്താവെ എന്നെ സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ദാറ്റ് കർത്താവിൻ്റെ വചനം പ്രോമിസ് ചെയ്യുന്നത് പോലെ ഓരോ ഫ്ലോയിങ് ലൈഫ് എനിക്ക് തരണമേ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.